കോട്ടയം പട്ടണത്തിനും ചുറ്റുപാടും ഉപേക്ഷിക്കുന്നതും വലിച്ചെറിയപ്പെടുന്നതുമായ മാലിന്യങ്ങൾ കൂമ്പാരമായി ചെന്ന് പതിക്കുന്നത് വിജയപുരം പഞ്ചായത്തിലുള്ള വടവാതൂർ എന്ന പ്രശസ്തമായ സ്ഥലത്താണ്. വടവാതൂർ വഴി പോകുന്ന ആരും ഒരു നിമിഷം അസഹനീയമായ നാറ്റം കാരണം മൂക്കത്ത് കൈവയ്ക്കും. തുടർന്ന് ഇങ്ങനെ ചിന്തിക്കുകയും, ഈ മനുഷ്യർ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന്. മനുഷ്യർ വടവാതൂരിൽ നിന്നും രക്ഷപ്പെടുവാൻ നോക്കുന്നു. ഇവിടെ 200 കുടുംബങ്ങളെ മാലിന്യപ്രേതം പിടികൂടിയിരിക്കുകയാണ്. അവർക്ക് അതിൽ നിന്നും ഒരു ശാപമോക്ഷമില്ലേ? കിട്ടുന്ന കാശിന് വിറ്റ് രക്ഷപ്പെടാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. അസഹനീയമായ നാറ്റം, കൊതുകുകൾ വട്ടമിട്ട് പറക്കുന്നു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. കിണറുകൾ മാലിന്യപ്പെട്ട് കഴിഞ്ഞു. ക്യാൻസർ, ത്വക്ക് രോഗങ്ങൾ ഇവരെ കാർന്നു തിന്നുന്നു. വിവാഹപ്രായമായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിവാഹം പോലും നടക്കാത്ത ലോകത്തിലെ ഏക പഞ്ചായത്ത് 200 കുടുംബങ്ങളുടെ മുറ്റത്താണ് 30 ടൺ മാലിന്യം ദിവസേന നിക്ഷേപിക്കുന്നത്. 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഒരു വെളിപ്പാടകലെ. കൂട്ടത്തോടെ വിദ്യാർത്ഥികൾക്ക് തലകറക്കവും ഛർദിയും. എന്നിട്ടും അധികാരികൾ അനങ്ങുന്നില്ല. ഇവിടെ ഓരോ ലോറി മാലിന്യങ്ങൾ വീഴുമ്പോൾ ആന്ധ്രയിലുള്ള റാംജി കമ്പനിയുടെ ഉടമസ്ഥൻ്റെ കീശയ്ക്ക് വലിപ്പം വയ്ക്കുന്നു. 20 വർഷത്തേക്ക് മാലിന്യ സംസ്കരണം പാട്ടത്തിനെടുത്ത മുതലാളിമാർ ഏതോ ഊഞ്ഞാൽ കട്ടിലിൽ ആടുമ്പോൾ സമരങ്ങളും നിരാഹാരവും ആയി വടവാതൂരിലെ ഈ സാധാരണക്കാർ. കാശ് ഉള്ളവൻ്റെ മൃഗമായ ആനയുടെ പിണ്ടം മുതൽ ഉദ്യോഗസ്ഥർ വലിച്ചെറിയുന്ന ടിഷ്യൂ വരെ ഇവിടെ വീഴുമ്പോൾ അധികാരികൾ കൈമലർത്തുന്നു. നമ്മൾ ഓരോരുത്തരും ഇതിലറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാകുന്നു. നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കേണ്ടേ? ആ കടമ നമ്മൾ മറക്കുന്നു. നമ്മൾ പുറന്തള്ളുന്ന ഓരോ മാലിന്യങ്ങൾ ഇവരെ 6 അടി മണ്ണിലേക്ക് വേഗം കൂട്ടിക്കൊണ്ടു പോകുന്നു.